ശബരിമലയിലെ ആഗോള സംഗമം CPMന് രാഷ്ട്രീയ മൈലേജ് ആകുമോ എന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എതിർപ്പുയർത്തുന്നതിൽ പ്രതിപക്ഷം തീർത്തും പരാജയപ്പെട്ടപ്പോൾ സദസ്സിലെ ഭൂരിപക്ഷം കസേരകളും ഒഴിഞ്ഞുകിടന്നത് ശബരിമല യുവതീ പ്രവേശം ഉണ്ടാക്കിയ മുറിവ് ഉണങ്ങിയിട്ടില്ലെന്നതിന്റെ സൂചനയായി കാണാനാവും. വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി ഉറപ്പിക്കാൻ ശ്രമിച്ചതും യുവതികളെ ശബരിമല കയറ്റാനുള്ള പഴയ വിപ്ലവം ഇനി ഇല്ലെന്നതിന്റെ സൂചനകളായിരുന്നു. ഇനി അയ്യപ്പ സംഗമമായിരിക്കും CPM അടയാളമാക്കുന്നത്. സംഘപരിവാർ സംഘടനകളുടെ ബദൽ സംഗമത്തിലെ ജനപങ്കാളിത്തമാണ് ഇനി CPM ഉറ്റുനോക്കുന്ന കാര്യം. ശബരിമല യുവതീ പ്രവേശത്തിന്റെ പേരിൽ രണ്ടു പക്ഷത്തായി നിന്ന സംഘടനകളെ ഒരേ വേദിയിൽ സർക്കാരിനൊപ്പം നിർത്താനായി എന്നതാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഇടതുപക്ഷത്തിനുണ്ടായ നേട്ടം. വിശ്വാസികളുടെ പങ്കാളിത്തക്കുറവ് യുവതീ പ്രവേശത്തിന്റെ പേരിലുണ്ടായ മുറിവ് പൂർണ്ണമായി ഉണങ്ങിയിട്ടില്ലെന്ന സന്ദേശം നൽകുന്നുമുണ്ട്. അത് മാറ്റാൻ സർക്കാരിനും CPMനും ഇനിയും ശ്രമിക്കേണ്ടിവരും. വിശ്വാസികളെ സർക്കാരിനോടും ഇടതുപക്ഷത്തോടും അടുപ്പിക്കുക എന്നതായിരുന്നു സംഗമത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം. NSSും SNDPയും KPMSും ഒരുമിച്ചെത്തിയതോടെ ലക്ഷ്യം ഏറെക്കുറെ കൈവരിച്ചതായി വിലയിരുത്താം. ശബരിമല മുൻ തന്ത്രിയുടെ സാന്നിധ്യം മറ്റൊരു നേട്ടം തന്നെയാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല വിഷയം ഉയരുമ്പോൾ CPMനും ഇടതുപക്ഷത്തിനും അയ്യപ്പസംഗമം പ്രതിരോധമാകുമോ എന്ന് കാത്തിരുന്ന് കാണണം. ന്യൂനപക്ഷ സംഗമവും കൂടി സർക്കാർ പ്ലാൻ ചെയ്യുന്നത് കോൺഗ്രസിന് മറികടക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നതിൽ സംശയമില്ല. ആഭ്യന്തര പ്രശ്നങ്ങളിൽ പൊറുതിമുട്ടുന്ന കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കാലത്ത് വിയർക്കാനാണ് ഇട.